റെസിഡൻസ് അസോസിയേഷന്റെ ഓണം സെലിബ്രേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഓസിന് ഭക്ഷണം കിട്ടണമെന്ന് പറഞ്ഞ് ഇവിടെ ഫാൻസി ഡ്രസ് വിത്ത് റാമ്പാക്കാണ് നമ്മുടെ ജിമ്മിനാണ് ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ജിമ്മിന്റെ കൂടെ പാർട്ണറായിട്ട് രാവിലെ ഉറക്കം കളയാനായിട്ട് ഇനി പോലീസ് വല്ലതും ആയിരിക്കോ? ഓ, ഈ വയസ്സാം കാലത്ത് ഞാനിനി പെണ്ണാസിനും കൂടെ പെടുമല്ലോ. മരുമോനെ, അയ്യോ അമ്മ, മരുമോനാ? ആര്? ഞാനാ? ഏതാ ഈ തള്ളച്ചി? ഞാൻ വീട്ടിൽ പള്ളിയടാ. ഞാൻ എന്റെ മോളെ മരുമോനെ കാണാൻ വേണ്ടി വന്നത്. ഓ, വിചാരിച്ച കണക്കല്ല കേട്ടാ, മരുമോ സുന്ദരം തന്നെ. പായലുമൊഴി ശീലം മാറാത്ത ചെറുക്കനെ പിടിച്ച് നിങ്ങൾ മരുമോനാക്കണ. മരുമോനെ, നീയാണല്ലേ എന്റെ മരുമോൻ. അയ്യോ മക്കളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലാടാ. ഈ മുതുക്കന്മാര് നിനക്ക് തിന്നാനൊന്നും തരണില്ലേ? അപ്പ അമ്മച്ചി മോക്ക് വേണ്ടി ചെറുക്കൻ അന്വേഷിക്കാൻ ഇറങ്ങിയതാണല്ലേ? എനിക്ക് സമ്മതം തന്നെ. ഹോബി അവന്റെ തലയിലിരിക്കുന്ന ആ മുട്ടത്തോട് അങ്ങ് തട്ടിക്കള. കല്യാണം കാച്ചാൻ പോണു. അല്ലയോ മിസ്സസ് വയോധികി, അവിടുത്തെ അറിവിലത്തേക്ക് ഞാനൊരു കാര്യം പറയാം. വി ആർ നോട്ട് മുതുക്കൻസ്, വി ആർ സ്റ്റിൽ യങ് ആൻഡ് ബാച്ചിലേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? അമ്മ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഇവിടെ ഉണ്ടെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞത്? എടി, നീ ഒളിച്ചോടി പോയപ്പോ നാട്ടുകാര് പറഞ്ഞെന്തെന്നറിയാമോ? നീ ഏതോ ബംഗാളിയുടെ കൂടെ അങ്ങ് ഒളിച്ചോടി പോയെന്ന്. നിന്നെ കാണാൻ വേണ്ടി ഇനി അങ്ങ് നോർത്ത് ഇന്ത്യ വരെ വരണമല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ വാസുമാമൻ നിന്നെ ഇവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞത്. ഇവിടത്തെ അസോസിയേഷന്റെ ഓണം പ്രോഗ്രാമിന് അയാളായിരുന്നു പാചകം. അങ്ങനെയാണ് മക്കളെ നിന്നെ കാണാൻ വേണ്ടി അമ്മ ഇങ്ങോട്ട് വന്നത്. അയ്യോ, എന്റെ അണ്ണന്റെ മോൻ നോക്കടി യൂജി, നമ്മുടെ ജാക്കു, നിന്റെ മുറച്ചെറുക്കൻ. ഒന്ന് മിണ്ടാതിരിക്കോ അമ്മ. എന്തോന്ന് മുറച്ചെറുക്കനാ? എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ? ഓ തന്നെ, എന്റെ നേരാങ്ങളയുടെ മോനാണ് ജാക്കു. ജൂണേ, ഇത് നിന്റെ കൂടെ പിടിച്ച തൊരപ്പൻ ജാക്സൺ അല്ലേ? അത് ശരിയാണല്ലോ, ജാക്സൺ, തൊരപ്പൻ ജാക്സൺ. അവ എന്ത് ന്യൂസില്? നമസ്കാരം. പ്രധാന വാർത്തകൾ. പിടികിട്ടാ പുള്ളിയായ മാഫിയ ജാക്സൺ അറസ്റ്റിൽ. വളരെ നാളുകളായി കേരള പോലീസ് തിരഞ്ഞു നടന്നിരുന്ന പ്രതിയാണ് ഇയാൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ തല്ലിയതിന് കണക്കുമാഷിന്റെ മൂട്ടിൽ പടക്കം പൊട്ടിച്ചതോടെയാണ് ഇയാളുടെ ക്രിമിനൽ ചരിത്രം ആരംഭിക്കുന്നത്. തൊരപ്പൻ ജാക്സൺ എന്നും ഇയാൾക്ക് പേരുണ്ട്. ഇന്നലെ മാർക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് അച്ചപ്പം മോഷ്ടിച്ച് കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു പട്ടിയെ കണ്ട് ഓടിയതാണ് ജാക്സൺ കേരള പോലീസിന്റെ കയ്യിൽപ്പെടാൻ ഇടയായത്. ഈ തൊരപ്പൻ കുടുങ്ങാൻ കാരണക്കാരനായ നായ്ക്കുട്ടിയുടെ ചിത്രം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ന്യൂസ് അവസാനിക്കുന്നു. നന്ദി. ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഇന്നലെ ഞാനും ജാനിയും കൂടെ ജോഗിങ് ഇറങ്ങിയപ്പോ ഒരു പെമ്പട്ടിയെ കണ്ട ആക്രാന്തത്തോടാവും പോയി. പിന്നെ അവിടെ കണ്ടൊരു പെണ്ണിന്റെ പുറകെ ഞാനും പോയി. ശേഷം എന്റെ കവിളൊന്ന് പോഞ്ഞതല്ലാതെ വേറെ എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഓ, എന്താണാവോ നീയും അവനും തമ്മിലുള്ള ബന്ധം? എന്നോട് നിങ്ങളെല്ലാം ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കണ്ടവളുമാരെ പിടിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കില്ലെന്ന്. ഇനി എന്തോന്ന് എല്ലാരും കൂടെ അങ്ങോട്ട് അനുഭവിച്ചു. ഇന്നലെ മോള് വന്ന്, ഇന്ന് അമ്മ വന്ന്, ഇനി നാളെ ആരൊക്കെ വരും? കുറച്ചു മുമ്പ് നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. മനുഷ്യരല്ലേ, ഓരോ സാഹചര്യം വരുമ്പോ മാറും. എടാ ഉൾട്ടേ, നീ പ്ലേറ്റ് മാറ്റിയല്ലേ? ഇനി നീ കാര്യം പറ. ഇത്രയായ സ്ഥിതിക്ക് ഞാൻ പറയാം. എന്റെ മുറച്ചെറുക്കനാണ് ജാക്സൺ. ഓ തന്നെ, എന്റെ നേരാങ്ങളയുടെ മോനാണ് ജാക്കു. ചുമ്മാ ഇരി അമ്മ, ഞാൻ പറയട്ടെ. അമ്മ പറഞ്ഞതുപോലെ എന്റെ മാമന്റെ മോനാണ് ജാക്സൺ. ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യം. എന്നെ കെട്ടണം എന്ന് പറഞ്ഞിട്ട് പിറകെ ഇങ്ങനെ വാലാട്ടി നടക്കും. ഇപ്പൊ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ട് ജാക്സൺ വരണം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഇവിടെയാണ് പൊങ്ങിയത്. അയ്യേ, അവനെ പേടിച്ചിട്ടാണോ നീ ഇവിടെ വന്നത്? വന്ന ദിവസം തന്നെ നിനക്ക് പറഞ്ഞുകൂടായിരുന്ന? ഞങ്ങൾ കൊടുക്കുമായിരുന്നല്ല കണക്കിന്. പണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തോരം തല്ലി കിട്ടിയിട്ടുള്ളതാണ് അവന്. എന്തായാലും നിന്റെ പ്രോബ്ലംസ് ഒക്കെ തീർന്നല്ല. ഈ മാടത്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. നന്ദി, വളരെ നന്ദിയുണ്ട്. നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ടാനി കാരണം കുട്ടിയുടെ ചരിത്രമാണ് സംരക്ഷിക്കപ്പെട്ടത്. ചരിത്രമല്ലട പൊട്ട, ചാരിത്രം. ഇനി നിന്ന് താമസിക്കണ്ട, ഇറങ്ങിപ്പോയിക്കോ. പിന്നെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
പറ. അത് എനിക്ക് ഇവിടുത്തെ ഒരാളോട് ഇഷ്ടമുണ്ട്. അത് ആരാണെന്നുള്ളത് അയാൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിനകത്ത് കത്ത് രൂപത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. യുഞ്ചി, ഇറങ്ങി വാ പെണ്ണെ ഇങ്ങോട്ട്. 6 മണിക്കുള്ള കിങ്ങിണി ബസ് ഇപ്പൊ എടുക്കും. സൈഡ് സീറ്റ് ഇരുന്നില്ലെങ്കിൽ ഞാൻ വാള് വെക്കും.